ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്ന തൃശൂരിലെ പുലിക്കളി ഇന്ന് 7 ടീമാണ് ഇക്കുറി പുലിക്കളിക്കുള്ളത്. ഓരോ ടീമിലും 31 മുതൽ 51 വരെ അംഗങ്ങളുണ്ടാകും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തൃശൂർ കോർപ്പറേഷനും പോലീസും അറിയിച്ചു. 500-ലധികം പോലീസുകാരെയാണ് പുലിക്കളി പ്രമാണിച്ച് സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി സൂരജ് സജി ചേരുകയാണ്. സൂരജ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് തൃശൂരിൽ പുലികൾ ഇറങ്ങുകയാണ്. ഗതാഗത നിയന്ത്രണമുണ്ട്, സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. നിരവധി സർപ്രൈസുകളൊക്കെ അവിടെ ഒരുങ്ങുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഏത് രീതിയിലാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്? ക്രിസ്റ്റിന, ഗുഡ് മോർണിംഗ്. എന്തായാലും പുലിമടകൾ അങ്ങനെ ഒരുങ്ങി തുടങ്ങിയിരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് വിയൂർ യുവജന സംഘത്തിന്റെ പുലിമടയിലാണ്. ഇവിടെയും ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. രാവിലെ തന്നെ തുടങ്ങിയ ഒരുക്കങ്ങളാണ്. പ്രത്യേകിച്ച് എല്ലാവരും ഈ അവസാന നിമിഷം വരെ ഈ സസ്പെൻസ് കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. രാവിലെ ഈ ഷഹദ് എത്തി ഒരു പുലിമടയിലെത്തി, സീതാറാം മില്ലിന്റെ പുലിമടയിലെത്തി ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഈ സർപ്രൈസുകൾ എന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ സമയമായിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെ പല പുലിമടകളിലും ഈ അവസാന നിമിഷവും ഈ സർപ്രൈസുകൾ സൂക്ഷിക്കുന്നുണ്ട്. അത് ഈ പലതരത്തിലുള്ള പുലികളാണ് ഇറങ്ങുക. അത് വരയൻ പുലിയുണ്ട്, കരിമ്പുലിയുണ്ട്, അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള ചമയം അല്ലെങ്കിൽ ചായം പൂശി ഇറങ്ങുന്ന പുലികളുണ്ട്. പക്ഷേ ഈ ചായത്തിലടക്കം ഈ വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ ശ്രമിക്കും. അതോടൊപ്പം തന്നെ ഈ ചമയത്തിൽ വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ ശ്രമിക്കും. ഞാനിപ്പോൾ ഉള്ള ഈ വിയൂർ യുവജന സംഘത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പുലിപ്പാദങ്ങൾ നിർമ്മിച്ച സംഘമാണ് ഇവർ, ദേശമാണ് ഇവർ. ഈ പുലിയുടെ പാദമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുലി കൈ മടക്കുന്ന സമയത്ത് ഈ കയ്യിൽ കൂടി ഈ നഖങ്ങൾ പുറത്തേക്ക് വരുന്ന തരത്തിൽ ഈ കയ്യുറ പോലും ഉണ്ട് ഈ യുവജന സംഘത്തിന്. അങ്ങനെ ഇക്കുറി വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു ദേശത്ത് തന്നെയാണ് ഞാനുള്ളത്. ഇപ്പോൾ എന്നോടൊപ്പം ഒരു പുലി ചേരുകയാണ്. രഘുപ്പുലിയാണിത്. ഈ വയറാണ് നമ്മുടെ പുലികളിൽ പ്രധാനം, അല്ലേ? അതെ, ആദ്യകാലങ്ങളിൽ അങ്ങനെ അല്ലായിരുന്നു. ഞാനിപ്പോൾ 28 വർഷമായി. തൃശ്ശൂർ ജില്ലയിൽ തന്നെ കല്ലൂരാണ് സ്വദേശം. 28 വർഷമായി. ആദ്യകാലങ്ങളിൽ വയറല്ലായിരുന്നു. ഓരോ അഭ്യാസങ്ങളും ഒലക്കേമ എന്നുള്ള കളിയും അതൊക്കെ ആയിരുന്നു. അത് വയറുള്ളവർക്ക് സാധിക്കില്ല. ഇപ്പോൾ മുഖം വരയ്ക്കാനായിട്ട് വയറാണ് കൂടുതൽ ഇതായിട്ടുള്ളത്. കാരണം എല്ലാവരും വയറന്മാരെ കുറ്റം പറയുമ്പോൾ ഇതിന് വയറാണ് നമുക്ക് വയറ് എടുക്കുന്നതാണ്. നമ്മൾ കാണുമ്പോൾ നിസ്സാരാന്ന് തോന്നുന്നു. പുറത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു ഈ പുലിയുടെ സ്റ്റെപ്പൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഇടാം എന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെയല്ല. ഈ വയറൊക്കെ കുലുക്കണമെങ്കിൽ കുറച്ച് പ്രയാസം. ഇതിലൊക്കെ പ്രയാസം ഇത് കഴിഞ്ഞിട്ട് ഈ ചായം ഇളക്കി കളയലാണ്. 2 മണിക്കൂറോളം ഡീസലോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ ഇട്ട് ഉരയ്ക്കാന്ന് പറഞ്ഞാൽ മുഴുവൻ പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഉരച്ചിട്ടാണ് നമുക്ക് ഇത് കളയാൻ പറ്റണം. ഇതിപ്പോൾ വേഷം ചെയ്യണമെങ്കിൽ തന്നെ പെയിൻ്റ് അടിക്കുമ്പോൾ ആദ്യത്തെ ഒരു കോട്ട് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഫിനിഷിംഗ് വർക്കിന് 2-3 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. അത്രയും നേരം നമുക്ക് കയ്യോ കാലോ ഒന്നും നനക്കാൻ പറ്റില്ല. കൈ ഇങ്ങനെ പിടിക്കണം, കാലിങ്ങനെ അകത്ത് വയ്ക്കണം, കാല് കൂട്ടി വയ്ക്കാനോ കൈ മടക്കാനോ ഒന്നും പറ്റില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ. സ്റ്റെപ്പ് ഇത് തന്നെയാണ് ഈ പുലിയുടെ ചുവടിലടക്കം. അതായത് ഈ പുലിത്താളത്തിനൊപ്പം ഈ പുലി ചുവട് വെക്കുക എന്നുള്ളതാണ്. ഈ ചുവട് ഉൾപ്പെടെ നിരീക്ഷിച്ചാണ് ഓരോ മികച്ച പുലിയെയും കണ്ടെത്തുന്നത്. ഇനി ഇവിടെ നമുക്ക് ഒരാളെ കൂടി പരിചയപ്പെടേണ്ടതുണ്ടെന്ന് തോന്നുന്നു. രഘുപ്പുലിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെ ഈ ചമയപ്പുരയിൽ ഓടി നടക്കുന്ന ഒരാളുണ്ട്. ഇത് തോമസ് ഏട്ടൻ വർഷങ്ങളായിട്ട് ജോൺസ് ഏട്ടൻ ഇപ്പൊ ഈ വർഷങ്ങളായിട്ട് ഈ ഇവിടത്തെ ചമയം ഉണ്ടാക്കുന്ന ആളാണ്. എത്ര വർഷമായി ചേട്ടാ ചമയം ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ 89 ഇത്ര വർഷമായി. അന്ന് എങ്ങനെ ഇത് ആദ്യമായിട്ട് ഇത് ചെയ്തു തുടങ്ങുന്നത്? ഇതിങ്ങനെ നമ്മളിങ്ങനെ ഓരോ ഇതിൽ അന്ന് വേഷങ്ങൾ ഇതൊക്കെ തയ്ച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഫസ്റ്റ് ഒരു കൊല്ലം ഞങ്ങൾക്ക് പ്രൈസ് കിട്ടുകയും ചെയ്തു. എന്തായാലും ഇങ്ങനെയാണ് തകൃതിയായിട്ട് എല്ലാ പുലിമടകളിലും ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ക്രിസ്ത്യൻ, എന്തായാലും നമുക്ക് വരും ബുള്ളറ്റിനുകളിലും ഇതിന്റെ വിശേഷങ്ങളുമായി വരാം. ശരി സൂരജ്, തകൃതിയായി എന്തായാലും ഒരുക്കങ്ങൾ പുരോഗമിക്കട്ടെ. ഷഹദ് റഹ്മാൻ കൂടി ചേരുകയാണ്. ഷഹദ്, അല്പം മുമ്പ് ഷഹദ് ചോദിച്ചപ്പോൾ ഒരുപാട് സർപ്രൈസുകളുണ്ട്, പക്ഷെ അതൊന്നും ഇപ്പോൾ പറയില്ല എന്ന് പറയുന്നു. 8 മണിയോടുകൂടെയൊക്കെയാണ് സാധാരണ ഈ ചായം പൂശലൊക്കെ തുടങ്ങുന്നത്. പക്ഷെ ചമയങ്ങളൊക്കെ അവിടെ പലയിടത്തും തുടങ്ങി എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ക്രിസ്ത്യാന, നല്ലൊരു പ്രഭാതം അതാണ് തൃശ്ശൂർ ഇത്തവണ നമുക്ക് സമ്മാനിക്കുന്നത്. നല്ല അടിപൊളി ഒരു പാടത്തിന് സമീപത്തുള്ള, ഞാനിപ്പോൾ നിൽക്കുന്നത് സീതാറാം ദേശത്താണ്. അപ്പോൾ നല്ലൊരു പാടത്തിന് സമീപത്താണ് ഇവരുടെ ഈ ഒരു ദേശം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടുത്തെ കാഴ്ചകളാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. ക്രിസ്ത്യാന സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് സസ്പെൻസുകൾ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഓരോ വർഷം കൂടുന്തോറും ഇതിൻ്റെ ആ ഒരു ചാരുത വർദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ വ്യത്യസ്തതകൾ വർദ്ധിക്കുകയാണ്, വെറൈറ്റികൾ കൊണ്ടുവരികയാണ്.
കൊണ്ടുവരാൻ കൂടുതൽ ആളുകൾ ശ്രമിക്കുകയാണ്. അപ്പം ആ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് നമുക്ക് ഒരുപക്ഷെ ഈ ദേശത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കൂടുതൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പം ഈ സീതാറാം ദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 40 വർഷക്കാലം തുടർച്ചയായിട്ട് ഇവർ ഇത്തരത്തിൽ ഈ മേഖലയിൽ ഉണ്ട്. അതിനുശേഷം ചെറിയൊരു ഇടവേള ഇവർ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അത് ചെറിയ സാങ്കേതിക കാരണങ്ങളുടെ ഭാഗമായിട്ട് പിന്നീട് വീണ്ടും പൂർവാധികം വീറും വാശിയോടും കൂടി ഇവരിത് ആരംഭിച്ചു. ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പം ഇങ്ങനെ ചായം പൂശലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിരാവിലെ തന്നെ ഇതിൻ്റെ പ്രവർത്തികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായം പൂശലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറയാം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ പുലിക്കളി നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നേരിട്ട് ഇത്തരം ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ കാണുന്ന ഓരോ കാഴ്ചകളും ഭയങ്കര പുതിയ പുതിയ കാഴ്ചകളാണ്. അപ്പം അതുപോലെ തന്നെ എന്നെ പോലെ തന്നെ ആദ്യമായിട്ട് ഇത് കാണുന്ന കുറേ പേരുണ്ടാവും. ചേട്ടാ, എത്ര മണിക്ക് ആരംഭിച്ച പരിപാടിയാ? ഞങ്ങൾ ആരംഭിച്ചത് ഇന്നലെ തൊട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം പെയിന്റ് ഇറക്കലായിരുന്നു. ഇന്നിപ്പോൾ പുലർച്ചെ തൊട്ട് ഞങ്ങൾ വരയ്ക്കൽ ആരംഭിച്ചു. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ കഴിയും. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ വരണം, പുലികളുടെ അഭിപ്രായങ്ങൾ തേടണം, അതുപോലെ തന്നെ പുലികളുടെ വ്യത്യസ്തത എന്താണെന്നൊക്കെ അറിയണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അടുത്ത ബുള്ളറ്റിനുകളിലൊക്കെ നമ്മൾ കൂടുതൽ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ക്രിസ്റ്റീന. ശരി, ഷഹദ് റഹ്മാനാണ് സീതാറാമിൽ ദേശത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി നിഖിൽ പ്രമേഷ് കൂടിയുണ്ട്. നിഖിലെ, ഇപ്പോൾ തൃശ്ശൂരിൽ എത്തിയിട്ടുണ്ട്. തൃശ്ശൂരിലെ കാഴ്ചകളൊക്കെ കാണുകയാണ്. ഈ വൈകുന്നേരം 5 മണിക്കാണ് ഫ്ലാഗ് ഓഫ് എന്ന് പറഞ്ഞാലും ഉച്ച മുതൽ തന്നെ, ചിലപ്പോൾ രാവിലെ തന്നെ ഗതാഗത നിയന്ത്രണം ഉണ്ടാവും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഫ്ലാഗ് ഓഫിനൊക്കെ മുൻപേ തന്നെ നഗരം ആവേശത്തിലേക്ക് പോകുന്ന ഒരു പ്രതീതിയല്ലേ ഈ രാവിലെ തന്നെ കാണുന്നത്? പിന്നെ തീർച്ചയായിട്ടും ഞാനിവിടെ എത്തിയിട്ട് ഇവിടുത്തെ ആളുകളോട് ചോദിച്ചു നമുക്ക് ആരാണെന്ന് സംസാരിക്കാൻ, ഇതിനെക്കുറിച്ച് പറയാൻ പറ്റാതെ. അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആരോട് വേണമെങ്കിലും പുലിക്കളിയെ പറ്റി ചോദിക്കാം. കാരണം അവരുടെയൊക്കെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് ഈ പുലിക്കളി, പൂരം, വെടിക്കെട്ട്. ഇതൊക്കെ അവരുടെ ഹൃദയങ്ങളിലും മനസ്സിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക ആളുടെ ആവശ്യമില്ല എന്നാണ് അവരൊക്കെ പറയുന്നത്. എന്തായാലും സ്വരാജ് നഗരിയെ വിറപ്പിക്കാൻ ഓരോ പുലിമടകളിൽ നിന്നും പുലികൾ ഇറങ്ങാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് കൃഷ്ണനെ ബാക്കിയുള്ളത്. ഈ പുലിക്കളിക്ക് വേണ്ടി ഒരുങ്ങുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് ശരീരത്തിലെ രോമങ്ങളൊക്കെ വടിച്ചു കളയുക. അതിനുശേഷം മാത്രമേ അവർക്ക് ഭംഗിയായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിയാവും. അതാണ് ആദ്യത്തെ നടപടി. അപ്പോൾ അത് ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഉടനെ വര ആരംഭിക്കും. ഇവിടെ ചമയുണ്ട് കൃഷ്ണന്, നമുക്കത് ആദ്യം ആ ചമയം കാണാം. വളരെ മനോഹരമായി ഓരോ ദേശങ്ങളും ഒരുക്കിയിട്ടുണ്ടാവും. ചില ദേശങ്ങളോട് ഇതിനോടൊപ്പം തന്നെ പൂർത്തിയായിട്ടുണ്ടാകും, വിവിധ രൂപങ്ങളും ഒക്കെ. എന്താണ് ഈ ചമയത്തിന്റെ ഒരു കൺസെപ്റ്റ്? എന്താ ചമയം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ നമ്മൾ അറിയിക്കുക. നമ്മുടെ ഒരു പുലിക്കളി എത്ര രീതിയിലാണ്, എത്ര പുലികളുണ്ട്, ആ മുഖങ്ങൾ എണ്ണി അറിയാം നമ്മൾ എത്ര പുലികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളത്. അത് ജനങ്ങളെ അറിയിക്കുക, ഞങ്ങൾ ഇത്രയും പുലികളെ ഇറക്കുന്നുണ്ടെന്ന്. ആ പുലിയുടെ എണ്ണതനുസരിച്ചുള്ള മുഖങ്ങളാണ് ഞങ്ങളിവിടെ വെക്കുക. അപ്പൊ ഇതെന്നാണോ ഈ മുഖങ്ങൾ എടുക്കുക നമ്മൾ പോണ സമയത്ത്? ഇതെന്നാണ് നമ്മൾ എടുക്കുക. എന്തൊക്കെയോ സ്പെഷ്യലൊക്കെ ഒരുക്കിണ്ടെന്നാണല്ലോ പറയണത്. എന്താ സംഭവം? അതൊരു നിങ്ങൾ അവിടെ കാണണം. കുട്ടികളൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. കുട്ടിപ്പുലികളുണ്ട്. എവിടെ നീയാണോ കുട്ടിപ്പുലി? അവനല്ലാന്ന്. 4 വയസ്സായ ആളുണ്ട്. അടിപൊളി. ഓക്കെ, അങ്ങനെ കുട്ടിപ്പുലികളുണ്ട്. മറ്റു പുലികളൊക്കെ അതാ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് അവിടെ അവരുടെ ചായം ഇങ്ങനെ മിക്സ് ചെയ്യുന്ന പരിപാടികൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരൊക്കെ കുട്ടിപ്പുലികളാണ്, 2 കുട്ടിപ്പുലികൾ. ഇനി ഇവർക്കും ചെറിയ, അതായത് 4 വയസ്സുള്ള കുട്ടികൾ വരെ ഉണ്ടെന്നാ പറയുന്നത്. എന്താ പേര് മോനെ? നീ ആദ്യമായിട്ടാണോ പുലിയാവണത്? കളിക്കാനൊക്കെ അറിയോ? എങ്ങനെയാ കളിക്കുക? ഓ, ഇത് കഴിഞ്ഞതിന് ശേഷം പഠിപ്പിച്ചു തരുള്ളൂ. ചായങ്ങൾ മിക്സ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. കൃഷ്ണ, നമുക്ക് അതുകൂടെ വേണമെങ്കിൽ ഒന്ന് കാണാം. ഒരു ഭാഗത്ത് ഈ അവരുടെ രോമമൊക്കെ കളയുന്ന നടപടികൾ പുരോഗമിക്കുമ്പോൾ ഇവിടെ ചായ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന്റെ നടപടികളാണ് പുരോഗമിക്കുക. നിങ്ങളൊക്കെ തന്നെയാണോ ഏട്ടാ വരയ്ക്കുന്നത്? വരയ്ക്കുന്ന ആൾക്കാരൊക്കെ. ഒരു പുലിനെ വരച്ചെടുക്കാൻ എത്ര സമയം? പറയാൻ 1 മണിക്കൂറിന്റെ അടുത്തൊക്കെ വരും മാക്സിമം. ഇപ്പൊ തന്നെ തുടങ്ങുമല്ലേ? തുടങ്ങും. ഇവരുടെ ഇതെന്താ സംഭവം? മുടിയാണോ? പുലിയുടെ മുടി. അങ്ങനെ എല്ലാം ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വരയ്ക്കാനുള്ള നടപടികളിലേക്ക് അല്പസമയത്തിനകം തന്നെ അവർ കടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇറക്കമാണ്. ഈ ദേശത്തെ സംബന്ധിച്ചിടത്തോളം കുറെ വർഷങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിലൊരു ഇടവേളയ്ക്ക് ശേഷം വരികയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിറപ്പിക്കുന്നുള്ള കാര്യം ഉറപ്പാണല്ലേ? ഞങ്ങൾ തൃശ്ശൂര് നഗരം ഇന്ന് വിറപ്പിക്കും എന്നുള്ള രീതിയിൽ. കാരണം ഇതൊരു പുലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഞങ്ങൾക്ക് പുലി വേഷം ഇട്ട് കഴിഞ്ഞാൽ തൃശ്ശൂരുകാർക്ക് അത് മാനസികമായും ശാരീരികമായും ഒരു കലി കയറുന്ന പോലെയാണ്. ആ ഒരു രീതിയിൽ ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് വരും. ആ വിറപ്പിക്കല് ആ തൃശ്ശൂർ നഗരത്തിൽ അത് ഇറങ്ങിയാൽ തന്നെയാണ് തൃശ്ശൂരുകാരുടെ കലി ഇറങ്ങുള്ളൂ. അമ്മയുടെ മുമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുക.
എന്തായാലും അവരിങ്ങനെ ഒരുങ്ങി തയ്യാറായി നിൽക്കുകയാണ് ക്രിസ്റ്റീന. ഇനിയിപ്പോ ഓരോരുത്തരായി ഓരോ പുലികളായി ഇങ്ങനെ വരച്ചു തുടങ്ങും. വൈകുന്നേരമാകുമ്പോഴേക്കും ഇവിടുന്ന് പുലിമടയിൽ നിന്ന് ഗർജനത്തോടു കൂടി പുലികൾ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങും. ക്രിസ്റ്റീന, ശരി, ഒരിടവേളയ്ക്ക് ശേഷം തൃശ്ശൂരിൽ നിന്ന് പുലികൾ ഇറങ്ങുമ്പോൾ ആവേശത്തിമിർപ്പിലാണ് തൃശ്ശൂർ നിവാസികളും അവിടെ എത്തിച്ചേരുന്നവരുമെല്ലാം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷഹദ് റഹ്മാനും സൂരജ് സജിയും നിഖിൽ പ്രമേഷും തൃശ്ശൂരിൽ നിന്നും.